എന്നും ഇല്ലായ്മയിലൂടെയും ശൂന്യതയിലൂടെയും വറുതിയിലൂടെയും കടന്നു പോകാനല്ല ദൈവം നിങ്ങളെ വിളിക്കുന്നത്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ആ നിറഞ്ഞിരിക്കുന്ന വെള്ളം കൊണ്ട് ദൈവം നമ്മളെ സന്ദർശിച്ച് നനയ്ക്കാനും പുഷ്ടിപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഹീനതകളും, എല്ലാ കുറവുകളും, എല്ലാ ഇല്ലായ്മകളെയും കർത്താവ് അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും ഈ വചനം നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ശൂന്യതകളുടെ നടുവിൽ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 65-ാം സങ്കീർത്തനത്തിൽ 9-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്, വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ഒരുപാട് സിംബോളിക്കാണ്. ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിക്കും, അവിടുത്തെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുമെന്നാണ് മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പൊ ആലയത്തിലെ പുഷ്ടിയുണ്ട്, ആനന്ദത്തിന്റെ നദിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പക്കൽ ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ സന്ദർശിച്ചൊന്ന് നനയ്ക്കണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിക്കട്ടെ. യേശുക്രിസ്തു മുഖാന്തരം, യേശുവിലൂടെ നമ്മുടെ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ അകത്തേക്ക് കർത്താവ് പ്രവേശിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സമൃദ്ധികളെല്ലാം അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുക. അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. ദൈവം സന്ദർശിക്കും, നിങ്ങളെ സന്ദർശിക്കും. നിങ്ങൾ കുറെ കാലം, ദീർഘകാലം നാശത്തിന്റെ കുഴിയിൽ കടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വലിയ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഓരോ ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം അനുവദിച്ചിട്ടുണ്ട് ഹീനതയിലൂടെ പോകുവാനും ശൂന്യതയിലൂടെ പോകുവാനും ഒരുപാട് ഇല്ലായ്മകളിലൂടെയൊക്കെ. അതൊക്കെ ഒരു പാഠങ്ങളാണ്. പക്ഷേ അവിടെ കിടക്കാനല്ല, അവിടുന്ന് ദൈവം എഴുന്നേൽപ്പിക്കാനാണ്. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിക്കുന്നവനാണ്. ദൈവം എഴുന്നേൽപ്പിക്കും. ഇസ്രായേൽ ജനങ്ങളുടെ മുഴുവൻ നന്മകളെയും മിദ്യാനിര് അപഹരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവരുടെ കൃഷിഫലം, മൃഗഫലം, തലമുറകൾ, അവരുടെ വീടുകൾ, സമ്പത്ത്, ദേശം, പട്ടണം, ഇതെല്ലാം മിദ്യാനിര് ഒന്നിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഒക്കുപ്പ ചെയ്യും, അല്ലെങ്കിൽ അപഹരിച്ചുകൊണ്ട് പോകുന്നു, അധികാരം നടത്തും. പക്ഷേ ദൈവം അതൊക്കെ ജനത്തിന് മടക്കി കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിലൂടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. മോവാബ് ദേശത്തേക്ക് നവോമി കടന്നുപോയി. ആ ബേത്ലഹേമിലെ ക്ഷാമം കൊണ്ടാണ്, ആ നാട്ടിലെ ക്ഷാമം കൊണ്ട് പോയതാ. പക്ഷെ പിൽക്കാലത്ത് ക്ഷാമം മാറി ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച വിവരം നവോമി അറിഞ്ഞെന്നാണ് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്നും ക്ഷാമമല്ല, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കും. ആമേൻ. ഈ ദൂത് നിങ്ങൾ സ്വീകരിച്ചു. കയ്പിന്റെ അനുഭവമോ, കയ്പേറിയ ജീവിതമോ, ശൂന്യതകളോ, ഹീനതകളോ അല്ല, എന്നും ദൈവം ഒരിക്കൽ സന്ദർശിക്കും. ഹല്ലേലൂയ. ബേത്ലഹേമാണ്, അപ്പത്തിന്റെ ഭവനമാണ്. തന്റെ ജനത്തിന് ആഹാരം നിറയേണ്ട സ്ഥലത്ത് ശൂന്യത വന്നു. പക്ഷെ ദൈവം സന്ദർശിച്ചപ്പോൾ ആഹാരം കൊടുത്തു. ദൈവം നിങ്ങളെ സന്ദർശിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന എല്ലാ ശൂന്യതകളിലെയും ദൈവം നിറച്ചു തരാൻ ആഗ്രഹിക്കും, നന്മകൾ നിറച്ചു തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ, നിങ്ങളുടെ ഭവനം സന്ദർശിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം സന്ദർശിക്കുകയാണ് കനാനിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കുമ്പോൾ അടിമത്തമെല്ലാം മാറും. ദൈവം സന്ദർശിക്കുമ്പോൾ ഉടമകളാക്കി മാറ്റും, അവകാശങ്ങൾ കൈവശമാകും, വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളെ ദൈവം സന്ദർശിക്കട്ടെ. നമ്മുടെ തലമുറകളെ ദൈവം സന്ദർശിക്കട്ടെ. എന്തിനു വേണ്ടി? അഭിവൃദ്ധിക്ക് വേണ്ടി, നിറവിന് വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. തന്റെ ജനത്തെ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇസ്രായേലിലേക്ക് ജനിച്ചു വീഴുമ്പോൾ, യഹൂദയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ദൈവത്തിന്റെ ദാസൻ പ്രവചിച്ചു പറയാ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. ആമേൻ. തന്റെ ജനത്തെ സന്ദർശിക്കും. ഇരുളിലും മരണവെയിലുമാണ് ആ ജനം ഇരുന്നെന്ന് 78-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവർക്ക് പ്രകാശിച്ചു. ഇരുട്ടിനകത്തും മരണനിഴലിലും കിടക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ യേശു സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും.
ഹല്ലേലൂയ. കർത്താവായ യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് വരട്ടെ, നിങ്ങളെ സന്ദർശിക്കട്ടെ, നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഉൽപ്പത്തി 21:1 എഴുതിയിട്ടുണ്ട്, സാറയെ സന്ദർശിച്ചു, താൻ വാഗ്ദാനം ചെയ്തതുപോലെ നിവർത്തിച്ചു കൊടുത്തു. ദൈവം സന്ദർശിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നിവർത്തിക്കും. ആമേൻ. ദൈവം നിങ്ങളെ ഇന്നത്തെ ദിവസം, നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ സന്ദർശിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിക്കും ദൈവം. എന്നേക്കും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ശൂന്യതയിലും കൈവിടുന്നവനല്ല. അവിടുന്ന് ജനത്തെ സന്ദർശിക്കും. ഈ മക്കൾ നാളുകളായി പേറുന്ന ഭാരങ്ങൾ, വിഷമങ്ങൾ, പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ മാറി കർത്താവെ നീ സന്ദർശിച്ചു അവരെ നിറച്ച് അവർക്ക് നിറവുകൾ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവുകളും മാറട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി ഇവരുടെ ഭവനങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. കർത്താവരെ സന്ദർശിച്ച് വിടുവിക്കുന്നതിനായി നന്ദി, അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സന്ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കണം. God bless you. Have a very blessed day.